Basically, I am not a business personality. Basically, I was a police officer for 34 years, and after that I have joined business. മലബാർ ഗ്രൂപ്പിൻ്റെ സബ്സിഡറിയായ ഒരു കമ്പനിയാണ് ഞാനിപ്പോൾ ഹെഡ് ചെയ്യുന്നത്. റിട്ടയർമെൻറ്റിന് ശേഷം മലബാർ ഗ്രൂപ്പിൻ്റെ GM ആയിട്ട് ഞാൻ കുറേ വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്ന പേരുള്ള S24/7 എന്ന കമ്പനിയിലെ ഹെഡായിട്ട് ചാർജ് എടുത്തത്. അത് അക്രോസ് ഇന്ത്യ, പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. ഏതാണ്ട് 23ഓളം ഓഫീസുകൾ അക്രോസ് ഇന്ത്യ ഉണ്ട്. 1800 ചില്ലാനം എംപ്ലോയീസും അത്രയും ആക്ടിവിറ്റീസും നടക്കുന്ന ഒരു കമ്പനിയാണ്. ഫെസിലിറ്റി മാനേജ്മെൻറ്റിൽ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കേരളത്തിൽ പൊതുവേ കുറവാണ്. ഏതെങ്കിലും ഒരു ഐറ്റം, ഹൗസ് കീപ്പിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവാം, എൻജിനീയറിംഗ് മെയിൻ്റനൻസ് ഉണ്ടാവാം, എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കിട്ടുന്ന കമ്പനി വളരെ വിരളമാണ്. അപ്പോൾ അതിലൊന്നാണ് S24/7. നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. UAE വി ഹാവ് ഗോട്ട് എൻ ഓഫീസ് ആൻഡ് വി ഹാവ് ഗോട്ട് സർവീസ് ദർ. ആൻഡ് ഡേ ബിഫോർ യെസ്റ്റർഡേ, കഴിഞ്ഞ ഞായറാഴ്ച UK ഞങ്ങളുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും സർവീസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറിയ നിലയിൽ സ്റ്റാർട്ട് ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ ഗ്രോയിങ് കമ്പനി. മെയിൻലി മലയാളത്തിൽ ഒരു കവിത ഞാനിങ്ങനെ ഓർക്കുകയാണ്. അക്ഷരം അഗ്നിയാണ്, അറിവ് ശക്തിയാണ്, അക്ഷരമാല ധരിക്കണം, അറിവിൻ കവചം അത് ഓർക്കണം. ഒന്നുകൂടെ പറയാം. അക്ഷരം അഗ്നിയാണ്, അറിവ് ശക്തിയാണ്, അക്ഷരമാല ധരിക്കണം, അറിവിൻ കവചം അത് ഓർക്കണം. ഇത് തന്നെയാണ് ഖുറാനിലെ ആദ്യത്തെ വേഴ്സും. ഇക്ര, പേനയുടെ ഉപയോഗം നിന്നെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക, വളരുക. ശരിയല്ലേ? നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തുന്ന കാര്യമല്ലേ അത്? ദിവസവും വായിക്കുക. ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ കാരണം, ഡാം ഷുവർ മിസ്റ്റർ മുനാവർ ഞാൻ ഒരു വർഷമായിട്ടുള്ള പരിചയമാണ്. BNI എമറാൾഡ്സ് എന്ന് പറഞ്ഞ സംഘടനയിലെ മെമ്പറാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തെ വാച്ച് ചെയ്യുമ്പോൾ, ഞാനൊരു പോലീസിങ് ആയതുകൊണ്ട് പേഴ്സണാലിറ്റി, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറാണ് നമ്മുടെ മെയിൻ സ്റ്റഡി. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ ഇന്നോവേറ്റീവാണ്, അഗ്രസീവ് ആ കാര്യത്തിൽ. ഇന്നോവേറ്റീവ്, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ ചെയ്യുന്ന ഈ കോൺവൊക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺക്ലേവിൻ്റെയും പർപ്പസ് അതാണ്. എഡ്യൂക്കേറ്റ് അതേഴ്സ്, എഡ്യൂക്കേറ്റ് യുവർ ക്ലയൻസ്, എഡ്യൂക്കേറ്റ് ദ പ്രൊഫഷണൽസ്, എഡ്യൂക്കേറ്റ് ദ സൊസൈറ്റി. അതിലൂടെയാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 27 വർഷം കൊണ്ട് 3000-ലേറെ പ്രോജക്ട്സ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കും. അത് വലിയൊരു അസറ്റാണ്. കാരണം ലേണിംഗ്, ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. 3000 പ്രോജക്ട്സിൽ നിന്നും 3000 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഫൈൻ ട്യൂൺ ചെയ്ത്, ബെറ്റർ ചെയ്ത്, ഓരോ ദിവസവും മെച്ചപ്പെട്ട നിലയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അതാണ് ലേണിങ്ങിൻ്റെ മെയിൻ ഘടകം. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 12 പ്രോഡക്ട്സ് ഇവിടെ ലോഞ്ച് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 45 പഴയതുണ്ടെങ്കിൽ 57 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തത്. 57 പ്രോഡക്ട്സ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒരു ബഡ്ഡിങ് അല്ലെങ്കിൽ ചെറുതായി വന്നൊരു കമ്പനിക്ക്, കേരളത്തിലെ ബേസിലൊരു കമ്പനിക്ക് അത്രയും പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനോ അത്രയും ആ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചത് നമുക്ക് ഏവർക്കും അഭിമാനകരമാണ്. അതിൻ്റെ പ്രധാന ഘടകം ഇതേമാതിരിയുള്ള ആക്ടിവിറ്റീസാണ്. ഈ കോൺക്ലേവ്സ് സംഘടിപ്പിക്കുക, മറ്റ് എഡ്യൂക്കേറ്റിംഗ് ദി സ്റ്റാഫ്, എഡ്യൂക്കേറ്റിംഗ് ദി ഓഡിയൻസ്, എഡ്യൂക്കേറ്റിംഗ് ദ സൊസൈറ്റി, ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ബേസിക് പ്രിൻസിപ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ ലേൺ, പേനയുടെ ഉപയോഗം നിന്നെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക, വളരുക. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. എപ്പോഴും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആർക്കും ഉപദ്രവമില്ലാത്ത, ആരെയും വെറുപ്പിക്കാതെ നമുക്ക് ആളുകളെ പഠിപ്പിക്കാൻ സാധിക്കണം. ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ച അനുദിനം വലുതാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് എല്ലാവരുടെയും സഹകരണമുണ്ടാകുമെന്നും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.